ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വെണ്ടക്ക ഒരു ഉപ്പേരി പോലെയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെണ്ടക്ക അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മുരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ചധികം സമയം തന്നെ കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം മുരിയിച്ചെടുക്കണം. അടുത്തത് ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. വെണ്ടക്ക ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ തീയിലാക്കി വെക്കാം. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് യെല്ലോ കളറിലായി കിടക്കുന്നത് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എനിക്ക് അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. പിന്നെ ക്യാബേജിൽ ഒരു ഭംഗിക്കായി വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ വെണ്ടയ്ക്കയും കുക്കാവുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അങ്ങനെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഇവിടെ വെണ്ടക്കയും കൂടി നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് ചമ്മന്തി ഉണ്ടാക്കുക. അതിനായിട്ട് 3 ചുവന്ന മുളകും പിന്നെ കുറച്ച് പുളി, 4 കറിവേപ്പില, പിന്നെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിലേക്ക് തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർക്കണം. അങ്ങനെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് മുട്ട പൊരിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ പൊരിച്ച് വെച്ച മീനുണ്ടായതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയും വേണം. വാഴൻ്റെ ഇല നന്നായിട്ട് വാട്ടണം. അത് പൊട്ടിപ്പോവാതിരിക്കാനാണ്. പക്ഷേ ഇത് വാട്ടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ കെട്ടിയത്. ഇവിടുന്ന് വാഴൻ്റെ ഇല വാങ്ങുമ്പോൾ ഇങ്ങനെ ചുരുട്ടിയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് വലുതാണോ ചെറുതാണോ എന്നൊന്നും നോക്കാനും പറ്റില്ല. പിന്നെ പൊട്ടിയതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. വീട്ടിൽ കൊടുന്നിട്ടാണ് പിന്നെ മനസ്സിലാവുക പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ. അത് പിന്നെ ഞാനങ്ങനെ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കെട്ടിയത്. പിന്നെ കണ്ടോ, ഇതിൻ്റെ സൈഡ് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് പിന്നെ നാരങ്ങ അച്ചാറാണ് വെച്ച് കൊടുത്തത്. അതിനെ ഷൂട്ട് ചെയ്തു എന്ന് വിചാരിച്ച് പിന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെണ്ടക്കുപ്പേരി, ക്യാബേജ് തോരൻ, തേങ്ങാ ചമ്മന്തി, നാരങ്ങാച്ചാറ്, പിന്നെ മീൻ പൊരിച്ചത്, ഓംലെറ്റും.
ഇതാണ് ഞാൻ പൊതിച്ചോറിൽ ഉൾപ്പെടുത്തിയ സാധനങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്, കഴിക്കാൻ പോകുന്നതും ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾ ആഗ്രഹിച്ചുണ്ടാക്കിയതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാനിവിടെ 3 പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത്. 2 എണ്ണം അത്യാവശ്യം വലുതും പിന്നെ ഒന്ന് ചെറുതും മോൾക്ക് വേണ്ടിയിട്ടുമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തത് മിസ്സായി പോയതാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.